കോഴിക്കോട് നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ള 43-കാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. നിരീക്ഷണത്തിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. നിപ്പ ലക്ഷണങ്ങൾക്ക് പുറമെ ന്യൂമോണിയ കൂടി പിടിപെട്ടതോടെയാണ് 43-കാരന്റെ ആരോഗ്യനില വഷളായത്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേകം സജ്ജീകരിച്ച ഐസൊലേഷൻ വാർഡിലെ വെന്റിലേറ്ററിലാണ് ചികിത്സ. രോഗിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ 77 പേർ നിരീക്ഷണത്തിലുണ്ട്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളുമാണ്. സമ്പർക്ക പട്ടികയിലുള്ളവരിൽ 2 പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിലും 13 പേർ ഹൈ റിസ്ക് വിഭാഗത്തിലുമാണ്. രോഗിയുടെ റൂട്ട് മാപ്പ് ഉൾപ്പെടെ പുറത്തുവിട്ട സാഹചര്യത്തിൽ സമ്പർക്ക പട്ടിക ഉയർന്നേക്കുമെന്നാണ് സൂചന. ഇതിനിടെ നിപ്പ സ്ഥിരീകരണ വിവരം കൃത്യസമയത്ത് അറിയിച്ചില്ലെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയെ ആരോഗ്യമന്ത്രി K മുരളീധരൻ കുറ്റപ്പെടുത്തി. ഞാൻ പത്രസമ്മേളനം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴാണ് കളക്ടർ മെസ്സേജ് വന്നത്, ഇങ്ങനെ നിപ്പ സ്ഥിരീകരിച്ചു. അതിലൊരു ഗ്യാപ്പ് വന്നു. പിന്നെ കളക്ടർക്ക് പുതിയ കളക്ടറാണ്, അതുകൊണ്ട് തന്നെ ഇത് മന്ത്രിയെ അറിയിച്ചിട്ട് വേണം ഇത് പുറത്ത് പറയാമെന്നുള്ളത് അവർ ഓർത്തില്ല. എനിക്ക് പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് നിപ സ്ഥിരീകരിച്ചിട്ടില്ല, അവിടുന്ന് റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വന്നാലേ എനിക്ക് പറയാൻ പറ്റും. അതേസമയം ആർക്കും രോഗലക്ഷണങ്ങളില്ലാത്ത സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. എവിടെ നിന്നാണ് വൈറസ് ബാധ ഏറ്റത് എന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ. മൃഗങ്ങളിൽ നിന്നുള്ള രോഗവ്യാപനം തടയുന്നതിന് രോഗം സ്ഥിരീകരിച്ച രാമനാട്ടുകര നഗരസഭ പരിധിയിൽ നിരീക്ഷണം ശക്തമാക്കി. മൃഗസംരക്ഷണ വകുപ്പും ഇവിടെ കൺട്രോൾ റൂം ആരംഭിച്ചു. കേരളത്തിലെ നിപ്പ ബാധയിൽ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കി. റിപ്പോർട്ടർ, കോഴിക്കോട്.